വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ബിക്കോസ് ഐ വാസ് സിക്ക്. വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയൊരു കണ്ടീഷൻ ആയിരുന്നില്ല. കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. ആൻഡ് നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വോയിസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വോയിസേ വരുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന എൻ്റെ ബ്രീത്തിങ് മാത്രമായിരിക്കും. അത്രയ്ക്കും ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വീഡിയോസൊന്നും ഇടാത്തത്. സോ സോറി ഫോർ ദാറ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. PSC പഠിക്കുന്ന മിക്കുള്ളവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ഇയേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു എക്സാമിന് നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം, അതായത് അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ട് പഠിക്കാനുള്ള ടൈമൊന്നും ഇനിയിപ്പോൾ ഇല്ല. LDC 2024 ഇപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടായാലും ഇനി ഓൾമോസ്റ്റ് 5 monthsേ ഉള്ളൂ. സോ നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും? നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ആണ്. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് ഇടാതെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം കണ്ടെത്തുക. നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു സബ്ജക്റ്റ്, എന്തായാലും എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും പാടായിരിക്കാൻ വഴിയില്ല. എന്നൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും സബ്ജക്റ്റൊക്കെ കാണുമല്ലോ, അതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്. അതാദ്യം കണ്ടെത്തിയിട്ട് അതിലുള്ള സിലബസ്, ആ സബ്ജക്റ്റിലുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കും, നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യുകയും ചെയ്യും. സോ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണോ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടോപ്പിക്സൊക്കെ കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ആക്കി പോകുന്നുണ്ട്. ബട്ട് അതേസമയം മാത്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് മാത്സ്. പക്ഷേ നമ്മൾ ഒരുപാട് റൂൾസും കാര്യങ്ങളും ഇക്വേഷൻസൊക്കെ പഠിക്കേണ്ടതുണ്ട്. സോ അതെനിക്ക് കുറച്ച് എനിക്ക് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് ഇഷ്ടമാണ് മാത്സ്. ബട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. സോ നിങ്ങൾക്ക് ഏതാണ് സബ്ജക്റ്റാണ്, പക്ഷേ മാത്സൊക്കെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ളവരുണ്ട്. സോ അവർക്കൊക്കെ പെട്ടെന്ന് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നു, അപ്പോൾ പിന്നെ അടുത്ത പ്രോബ്ലംസ് ചെയ്യുക, ആൻസർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാനും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. സോ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ PSCയിൽ അല്ലെങ്കിൽ ഒരു എക്സാം വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ള സബ്ജക്റ്റുകളുണ്ട്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത്, കറണ്ട് അഫെയർസും കൂടെ ചേർത്താൽ നമുക്ക് ഒരു 50 മാർക്സ് ഓൾമോസ്റ്റ് LDCയുടെ സിലബസ് വെച്ചാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ആദ്യമേ എടുത്ത് വെച്ചിട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതൊക്കെ വാസ്റ്റ് സിലബസ് ആണ്. അത്രയും കംപ്ലീറ്റ് ചെയ്താൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് പ്രഡിക്റ്റബിൾ അല്ല. സോ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ് ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും നമ്മളൊന്ന് 20 മാർക്കാണ്. അപ്പോൾ നമുക്കത് വിട്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റത്തുള്ളൂ. കറണ്ട് അഫെയർസിൻ്റെ ബുക്സ്, മാഗസിൻസ് എല്ലാം അവൈലബിൾ ആണല്ലോ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക കറണ്ട് അഫെയർസ്. മലയാളമൊക്കെ ഏറ്റവും കുറച്ച് സിലബസ് അല്ലേ ഉള്ളൂ, നമ്മൾ വിചാരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും കുറച്ച് ട്രിക്കിയാണ്. കാരണം ഇംഗ്ലീഷ് അത്രയും അറിയാത്തവർക്ക്, അല്ലെങ്കിൽ ഗ്രാമർ റൂൾസൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ മാത്സിൻ്റെ കാര്യമായാലും മാത്സ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നൊരു ഏരിയ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേരുടെ ഒരു വീക്ക് ഏരിയ എന്ന് പറയുന്നത് മാത്സ് ആയിരിക്കും. അപ്പോൾ നമ്മളത് അത്രയും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ച ഒരു സ്പീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അത് സ്ട്രോങ് ഏരിയ ആയിട്ട് മാറ്റാൻ പറ്റും. സോ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യമേ ഹിസ്റ്ററിയും ജോഗ്രഫിയൊന്നും എടുത്ത് വെച്ചിട്ട് പഠിക്കാതിരിക്കുക. ഇതെൻ്റെ ഒപ്പീനിയനാണ്. കാരണം ഇത് ഒരുപാട് സിലബസ് ഉണ്ട്, അതായത് ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ് ഈ സബ്ജക്റ്റിൽ. അപ്പോൾ നമ്മളിത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. കാരണം പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റത്തില്ല, ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ആദ്യമേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. കാരണം കുറച്ച് സബ്ജക്റ്റ് നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനും പറ്റും. ഹിസ്റ്ററിയും ജോഗ്രഫിക്കും കൂടെ 10 മാർക്സ് ആയിരിക്കും. പക്ഷേ ഒരുപാട് ടോപ്പിക്സും ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് പഠിച്ചു തുടങ്ങിയിട്ട് ഇത് തീരുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ മടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആദ്യമേ അത് വെച്ചിട്ട് തുടങ്ങാതിരിക്കുക.
ഈ 3 സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു സ്മാർട്ട് വർക്കാണ്. നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യുന്ന ഒരു കുറച്ച് ഏരിയാസ് എടുത്തിട്ട് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് പഠിക്കുന്നത് സ്മാർട്ട് വർക്കാണ്. ആദ്യമേ നമ്മൾ ചാടിക്കറി ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പഠിച്ചിട്ട് അത് പഠിച്ച് തീരത്തുമില്ല, ഒരുപാടും ഉണ്ട്, മാർക്സും കുറവാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സ്മാർട്ട് വർക്ക് ആയിരിക്കില്ല, അത് ഭയങ്കര ഹാർഡ് വർക്കായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്തിട്ടും ലാസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് അതിനേക്കാളും വിഷമമായിരിക്കും. നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഒന്നും ക്വസ്റ്റ്യൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 80% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് എ റിസൾട്ട് ഓഫ് 20% ഓഫ് ദ ഇൻപുട്ട് എന്നാണ്. നമ്മൾ പഠിക്കുന്ന ഒരു 20% കാര്യത്തിൽ നിന്ന് മാത്രമായിരിക്കും 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ പഠിച്ച 20% നിന്നായിരിക്കും. സോ PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് നമ്മൾ പഠിക്കണം. പിന്നെ ഈ സ്കോറിംഗ് ആയിട്ടുള്ള ഈ 3 സബ്ജക്റ്റ് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഒരു ഇത്ര ടൈമിനുള്ളിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എത്രത്തോളം മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് എടുക്കുക. അതായിരിക്കും കൂടുതലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. സോ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. OMR ഷീറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ബുക്ക്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, OMR ബുക്ക്ലെറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഇരട്ടി ടൈം എടുത്ത് അത് റിവൈസ് ചെയ്യുക. അതായത് ഒരുപാട് പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുക. ഒരു ടോപ്പിക്ക് പഠിച്ചു, അത് ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് അങ്ങനെയല്ല, ഒരു 5 or 6 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പക്ക സ്ട്രോങ് ആക്കി വെച്ചിട്ട് എക്സാമിന് പോവാം. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പഠിച്ച അത്രയും നമ്മൾ സ്ട്രോങ് ആക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി റൊട്ടീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഉറങ്ങുന്ന ടൈമിലാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ആ ഒരു റെസ്റ്റ് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദീസ് ആർ ദ സം വേസ് ടു സ്റ്റഡി സ്മാർട്ടർ, നോട്ട് ഹാർഡർ. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി പ്ലാനാണ്. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടൈം ടേബിൾ, ഞാൻ മാർച്ച് വരെയാണ് ഇപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ നെക്സ്റ്റ് ഓരോ മന്തിലേക്കുള്ള ടൈം ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ദിസ് ഈസ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.